ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ ഫാഷൻ ക്യൂബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ജാക്ക് FI മെഷീനിലെ ഓയിൽ ചേഞ്ചിങ് ആണ്. എൻ്റെ മെഷീനിൽ ഓയിൽ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അതിനായി നമ്മുടെ മെഷീന് പതുക്കെ ഒന്ന് ഈ കാണുന്ന കുറ്റിയുടെ മേലെ, ബാക്കിലൊരു ചെറിയ കുറ്റി ഉണ്ടാവും, അതിൻ്റെ മേലെ പതുക്കെ ചരിച്ച് വെച്ച് കൊടുക്കുക. മെഷീൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വളരെ പതുക്കെ മാത്രം ഇത് ചെയ്യുക. പെട്ടെന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പോട് കൂടി പിടിച്ച് ഒന്ന് അതിലേക്ക് ചരിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇനി കാണുന്നത് എൻ്റെ ഓയിൽ ടാങ്കാണ്. ഇതിൻ്റെ ഓയിൽ ടാങ്കാണ്. അത് ഏകദേശം ഡേർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഓയിൽ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ താഴെ കൂടിയാണ് ആ ഓയിൽ, വേസ്റ്റ് ഓയിൽ പുറത്തേക്ക് വരുന്നത്. അത് ഉള്ളിൽ ഒരു സ്ക്രൂ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഓയിൽ താഴെ കൂടി പുറത്തേക്ക്. അതിൻ്റെ താഴെയായിട്ട് ഒരു മഗ്ഗോ കപ്പ് എന്തെങ്കിലും വെക്കാം. അപ്പോൾ ഇതും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇനി സൈഡിലേക്കാണില്ലേ ആ പോർഷൻ, തുണിയുടെയും നൂലിൻ്റെയൊക്കെ വേസ്റ്റ്, അതും ക്ലീൻ ചെയ്തെടുക്കണം. അതിനായി നമ്മൾ ആ കാണുന്ന മാഗ്നറ്റ് ഇല്ലേ, മാഗ്നറ്റ് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് എടുത്ത് മാറ്റണം. അപ്പോൾ താഴെ കൂടെ ഓയിൽ പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ മാഗ്നറ്റ് എടുത്ത് മാറ്റി കൊടുക്കാം. മാഗ്നറ്റിൽ അത്യാവശ്യം ഡേർട്ട് ആയിട്ടുണ്ട്. മാഗ്നറ്റ് ഒരു പഴയ ക്ലോത്ത് കൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. നമ്മൾ അവിടെ വേസ്റ്റ് ഓയിൽ കളക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെഷീൻ്റെ കൂടെ കിട്ടുന്ന വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ സ്ക്രൂ ഒന്ന് പിന്നിലോട്ട് തിരിച്ച് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ലൂസാക്കും തോറും നമ്മുടെ വേസ്റ്റ് ഓയിൽ താഴെ പ്ലാസ്റ്റിക് ഡപ്പയിൽ വീഴും. ഇനി ആ സൈഡൊക്കെ ഒരു വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. ഞാൻ മെഷീൻ ടാങ്കും ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കൂടി, അതേ സ്ക്രൂ ഡ്രൈവർ കൂടി എടുത്ത് ഒന്നുകൂടി തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആ മാഗ്നറ്റ്, നമ്മൾ എടുത്ത മാഗ്നറ്റ് തിരിച്ച് അവിടെ തന്നെ വയ്ക്കുക. നമുക്ക് പവർ മെഷീനിലേക്കുള്ള ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഈ ഹൈ ലെവൽ ആകുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക്. അപ്പോൾ ഏകദേശം ഹൈ ലെവൽ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് പതുക്കെ നമ്മുടെ മെഷീന് ആ ചെറിയ ചരിച്ച് വെച്ചില്ലേ, അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.